ആ അതിന്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? 3. അപ്പൊ എഴുതുക 3. ഞാൻ ബോർഡ് എഴുതി കാണിക്കാം, അത് നോക്കിയിട്ട് എഴുതുക. വേണ്ടേ 3 എന്ന് പറഞ്ഞാൽ 3ാമത്തെ ക്ലാസ്. ഡേറ്റ് എത്ര? ഡേറ്റ് 14/4/2026. ഏത് ദിവസം? ട്യൂസ്ഡേ. പ്രസന്റ്. നമ്മൾ ഏത് ദിവസത്തെ നോട്ട് എഴുതുമ്പോഴും എത്രാമത്തെ ക്ലാസ് എന്നുള്ള ഒരു എഴുതണം, അന്നത്തെ ഡേറ്റ് എഴുതണം, ഡേ എഴുതണം. പ്രസന്റ് ആയവർ പ്രസന്റ് എന്ന് എഴുതുക. ആബ്സെന്റ് ആയവർ നോട്ട് എഴുതുമ്പോ ഈ പ്രസന്റിന്റെ സ്ഥാനത്ത് എന്തെഴുതണം? ആബ്സെന്റ്. ഇപ്പൊ നമ്മള് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം പഠിക്കാൻ പോകും. ചാപ്റ്ററിന്റെ പേരെന്തുവായിരുന്നു? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, മലയാളത്തിൽ സമവാക്യ ജോഡികൾ. അപ്പൊ അതിന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ തന്നെ ഇവിടെ ഹെഡിങ് എഴുതുക, ബേസിക്. ബേസിക് ബേസിക് അപ്പോ മലയാളത്തിലും ബേസിക് എന്നല്ല, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ബേസിക്കിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, മലയാളത്തിൽ സമവാക്യ ജോഡികൾ. അപ്പൊ അതിൽ ഒരു വാക്കാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇക്വേഷൻ. എന്താ പഠിക്കാനുള്ള വാക്ക്? എഴുതുക, ഇക്വേഷൻ. മലയാളത്തിൽ സമവാക്യം. ഇക്വേഷന്റെ മലയാളം സമവാക്യം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ആ പാഠം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു എന്തായിരുന്നു ഇക്വേഷൻ അഥവാ സമവാക്യം. അറിയുന്നവരും പറഞ്ഞു. ആ വാക്കിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പുണ്ട്. സമവാക്യം, സമമുള്ള വാക്യം. സമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ സൈൻ ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പൊ ഒരു ഇക്വേഷൻ തിരിച്ചറിയാനുള്ള, സമവാക്യം തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിൽ എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈക്വൽ സൈൻ. അപ്പൊ എഴുതുക, ഇക്വേഷൻ ഈസ് എ mathematical statement. Equation is a mathematical statement in which in statement 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 in which ഇങ്ങനെ എഴുതണം, ഈക്വൽ സൈൻ എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ, അപ്പോൾ ഞാൻ മലയാളം പറഞ്ഞുതരാം കേട്ടോ. ബ്രാക്കറ്റിൽ സമചിഹ്നം ഈസ് യൂസ്ഡ് യൂസ്ഡ് എന്തെഴുതിയിരിക്കുന്നത്? ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. മലയാളത്തിൽ എഴുതുക. നിങ്ങൾ എഴുതണ്ട, മലയാളത്തിൽ പറയട്ടെ. സമവാക്യം ഗണിതശാസ്ത്രപരമായ ഒരു പ്രസ്താവനയാണ്. അറിയോ? ഇതിൽ സമചിഹ്നം എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആ സമചിഹ്നം ഒന്ന് വരച്ചു വെക്കാം. സമചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എല്ലാവരും വായിച്ചു. ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ഈക്വൽ സൈൻ ഈസ് യൂസ്ഡ്. അപ്പൊ എന്താണ് ഇക്വേഷൻ?
അതൊരു മാത്തമാറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്തമാറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണക്കിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്, ഒരു വാചകമാണ്. അതിനകത്ത് എന്ത് ഉപയോഗിച്ചിരിക്കണം? ഈക്വൽ സൈൻ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? അപ്പൊ ഒന്ന് വായിച്ചേ, എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ഈക്വൽ സൈൻ ഈസ് യൂസ്ഡ്. അപ്പൊ ഒന്ന് വായിച്ച മലയാളം. സമവാക്യം എന്നാൽ ഗണിതശാസ്ത്രപരമായ ഒരു പ്രസ്താവനയാണ്. ഇതിൽ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. സമചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇക്വേഷൻ. എ പ്ലസ് ബി. നമ്മൾ വലിയ സീരിയസ് ആണ് പറഞ്ഞു, ഒന്നുമില്ല. നമ്മൾ പണ്ട് ആശാമ്പിള കൂടുതൽ അംഗനവാടിയിലൊക്കെ പഠിച്ചപ്പോഴേ ഇങ്ങനെയൊന്നും പഠിച്ചില്ലയോ? എന്തുവാ? 1 + 1 = ഇതൊരു ഇക്വേഷൻ അല്ലേ? ആര് പറഞ്ഞു? ഈക്വൽ സൈൻ ഉണ്ട്. എന്തുണ്ട്? ഇതൊക്കെ പഠിച്ച നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴല്ലേ A+B² ഒക്കെ പഠിച്ചത്. അപ്പൊ നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട് എന്ത്? ഇക്വേഷൻ. പക്ഷെ അന്ന് അതിന് പേരൊന്നും കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇതെന്താണ്? ഇക്വേഷൻ ആണ്. എന്തുകൊണ്ട്? ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട്. അപ്പൊ എഴുതുക. എക്സാമ്പിൾ 1 + 1 = 2. 1 + 1 = 2. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ഈക്വൽ സൈൻ ഈസ് യൂസ്ഡ്. മലയാളത്തിൽ സമവാക്യം ഗണിതശാസ്ത്രപരമായ ഒരു പ്രസ്താവനയാണ്. അതിൽ എന്തുപയോഗിച്ചിരിക്കുന്നു? സമചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. അടുത്ത ഹെഡിങ്. അടുത്ത ഹെഡിങ് സിമ്പിൾ ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷൻ or linear equation. Simple equation or linear equation. അപ്പോ മലയാളത്തിൽ എഴുതേണ്ടത് ലഘു സമവാക്യം. വാക്കിയോ? അപ്പൊ ഒരു വാക്ക് പഠിക്കട്ടെയോ? ലഘു സമവാക്യം. ഞാനത് അതൊക്കെ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഡെഫിനിഷൻ ഒക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു കാര്യം എഴുതാം. 4x + 3 = 8. 4x + 3 = 8. ഇതേപോലത്തെ ഒരുപാട് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ഏത് പാഠത്തിൽ പഠിച്ചു? ഇക്വേഷൻസിൽ പഠിച്ചു. പാഠത്തിന് എങ്ങനെയല്ലേ? സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ അത് പഠിച്ചു. അപ്പൊ ഇത് ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, ലീനിയർ ഇക്വേഷൻ ആണ്, മലയാളത്തിൽ പറഞ്ഞാൽ ലഘു സമവാക്യമാണ്. എന്തുകൊണ്ട്? അറിയോ? അപ്പൊ അറിയോ? അറിയോ? ഇല്ല. ദരിദ്രം. ഈ ഇക്വേഷനകത്ത്, ഈ സമവാക്യത്തിനകത്ത് ഒരു വേരിയബിൾ ഇല്ലയോ? ആരാ വേരിയബിൾ? എക്സ്. ആ എക്സിന്റെ കൃതി, കൃത്യംഗം, പവർ, ഡിഗ്രി ഇതെല്ലാം ഒരാള് തന്നെ. എത്ര? അല്ല, എക്സ് എന്ന കണക്കിൽ എഴുതിയാൽ അതിന്റെ അർത്ഥം x⁻1 എന്നാണ്. ഈ 1നെ വിളിക്കുന്ന പേരാണ് കൃതി, കൃത്യംഗം, പവർ, എക്സ്പോണന്റ് എന്നൊക്കെ വിളിക്കും. അതിപ്പോ എത്രയാണ് ഈ ഇക്വേഷനകത്ത്? 1 ആണ്. അങ്ങനെ കൃതി, കൃത്യംഗം, പവർ, ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷനെ, സമവാക്യത്തിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഇക്വേഷൻ ഓർ ലീനിയർ ഇക്വേഷൻ. മലയാളത്തിൽ എന്താ വിളിക്കും? അപ്പോ ലഘു സമവാക്യം. അപ്പൊ എഴുതിക്കോളൂ. an equation of degree 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 1 1 is called
സിമ്പിൾ ഇക്വേഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഇക്വേഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഇക്വേഷൻ. ഡിഗ്രി 1 ഈസ് കോൾഡ് സിമ്പിൾ ഇക്വേഷൻ. എന്താ എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് 4x + 3 = 8 എന്ന് എഴുതുക. എന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് നീക്കി എഴുതിക്കോണം. എക്സ് എന്ന് എഴുതിയാൽ അർത്ഥം x⁻1 എന്നാ. അപ്പൊ മലയാളം എഴുതിയില്ലല്ലോ. മലയാളത്തിൽ കൃതി ഒന്നായ സമവാക്യങ്ങളാണ് ലഘു സമവാക്യങ്ങൾ. കൃതി ഒന്നായ സമവാക്യങ്ങളാണ് ലഘു സമവാക്യങ്ങൾ. അടുത്ത വരിയിൽ എക്സാമ്പിൾ 4x + 3 = 8. 4x + 3 = 8. ഇത്തിരി വലത്തോട്ട് മാറ്റി x = x⁻1. x = x⁻1. ഓക്കെ. അടുത്ത ഹെഡിങ് ഫോർമേഷൻ ഓഫ് FOR MATION. ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഇക്വേഷൻ. ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഇക്വേഷൻ. മലയാളത്തിൽ ലഘു സമവാക്യങ്ങളുടെ രൂപീകരണം. ലഘു സമവാക്യങ്ങളുടെ രൂപീകരണം എഴുതിയപ്പോ ഒന്നുമില്ല. നമ്മള് 8ാം ക്ലാസ്സിൽ ഒരു പാഠം മൊത്തം ഇതാ പഠിച്ചത്. അവര് കുറച്ച് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ, പ്രസ്താവന രൂപത്തിൽ ചോദ്യം തരും. നമ്മളതിൽ അറിയാൻ വയ്യാത്ത ഒരാളിനെ എക്സ് എന്ന് വിളിച്ച് എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. എന്ത് കിട്ടും? ആ ഇക്വേഷന്റെ യഥാർത്ഥത്തിലുള്ള പേര് നമ്മൾ ഇപ്പൊ പഠിച്ചത്. എന്തോ ഇക്വേഷൻ യഥാർത്ഥത്തിലുള്ള പേര്? സിമ്പിൾ ഇക്വേഷൻ ഓർ ലീനിയർ ഇക്വേഷൻ. മലയാളത്തിൽ ലഘു സമവാക്യം. അപ്പൊ നമ്മൾ ലഘു സമവാക്യം ഉണ്ടാകുന്നതിന്, സിമ്പിൾ ഇക്വേഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പോവാം. എഴുതിക്കോളൂ. എക്സാമ്പിൾ: if 4 is FOUR അല്ലെങ്കിൽ 4 എഴുതിയാലും മതി. is added to added to TO2 3 times of a number, 3 times of a number, comma we get 19 ഇങ്ങനെ വായിക്കാം. if 4 is added to 3 times of a number, we get 19. മലയാളത്തിൽ എഴുതുക. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 4 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 4 കൂട്ടിയാൽ 19 കിട്ടും. 19 കിട്ടും. കിട്ടാറ് പേനതാത്തൊക്കെ ശ്രദ്ധിക്കുന്നു. ഒന്ന് വായിച്ച ചോദ്യം എല്ലാരും. if 4 is added, 4 പ്രാവശ്യം ആഡ് ചെയ്താണോ അർത്ഥം? അല്ല, പിന്നെ 4 കൂട്ടി. ആരോട് കൂടി? 3 times of a number, ഒരു നമ്പരിന്റെ 3 ടൈംസിനോട് 3 മടങ്ങിനോട് 3 ഇരട്ടിയോട് എത്ര കൂട്ടി? 4 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 19 കിട്ടി. 19 കിട്ടി. അങ്ങനെ ആണെങ്കിൽ നമ്പർ ഏതൊന്നും ചോദ്യമില്ല. അങ്ങനെ ആണെങ്കിൽ അത് വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കും. 8ാം ക്ലാസ്സിൽ ഈ കണക്ക് ചോദിച്ചപ്പോ നമ്മൾ എന്തോ ചെയ്യുന്ന പരിപാടി? അല്ല, ആദ്യം നമ്പർ, സംഖ്യ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ബ്രാക്കറ്റിൽ
ഇവിടാണോ? സപ്പോസ് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ നമ്പർ നമ്മൾ എന്തായിട്ട് എടുത്തു? സപ്പോസ് ആയിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. നമ്പർ എന്തായിട്ട് എടുത്തു? ഇനി ഈ നമ്പറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഒരു കിടപ്പുണ്ട്. ഈ നമ്പറിന്റെ എന്താവശ്യമുണ്ട്? 3 ടൈംസ്, 3 മടങ്ങ്. ഇതെങ്ങനെയാണ് ഈ നമ്പറിന്റെ 3 ടൈംസ് അഥവാ 3 മടങ്ങ് കണ്ടുപിടിക്കുന്നത്? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു എക്സ് 3 ഗുണം എക്സ്. അതിനോട് എത്ര കൂട്ടണം? 4 കൂട്ടണം. അതെങ്ങനെ എടുത്തു? +4 അധികം 4. അങ്ങനെ 4 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു എന്നാ പറയുന്നത്? 19 കിട്ടുന്നു. ഈ 3 ഇൻറ്റു എക്സ് എന്നതിനെ നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതും? 3x. അപ്പൊ 3x + 4 ഈക്വൽ 3x + 4 ഈക്വൽ. നോക്കിക്കേ, എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതൊരു ഇക്വേഷൻ ആണോ സമവാക്യമാണോ? ആണ്. ആര് പറഞ്ഞു? ഈക്വൽ സൈൻ ഉണ്ട്. 2, ഇതൊരു ലഘു സമവാക്യം, സിമ്പിൾ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ ആണോ? അല്ലയോ? ആണ്. കാരണം അവിടുള്ള വേരിയബിളായ ചരമായ എക്സിന്റെ കൃതി, കൃത്യംഗം, പവർ, ഡിഗ്രി എത്രയാണ്? അപ്പൊ അതുകൊണ്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഇക്വേഷൻ ഓർ ലീനിയർ ഇക്വേഷൻ, മലയാളത്തിൽ ലഘു സമവാക്യത്തിന് എക്സാമ്പിൾ ആണ്. പ്രിയ ദിവസങ്ങളിൽ എഴുതിയാട്ടെ. അപ്പൊ മനസ്സിലായോ? ചോദിച്ചത്. അതെ, റേഷ്യോ 2 വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് അടുത്ത വർഷം പഠിക്കും. അതിന്റെ പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. റേഷ്യോയുടെ 3 വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് ഇക്വേഷൻ. 1 വന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കൂ? സിമ്പിൾ ഇക്വേഷൻ അഥവാ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കട്ടെ. അയ്യോ അയ്യോ അടുത്ത ഹെഡിങ് സോൾവിങ് ഓഫ്. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഹെഡിങ് ആണ് സോൾവിങ്, SOLVING, സോൾവിങ് ഓഫ് സിമ്പിൾ, SIMPLE, സിമ്പിൾ ഇക്വേഷൻ, EQUATION, ഇക്വേഷൻ. തനതൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പേ അപ്പൊ മലയാളത്തിൽ ലഘു സമവാക്യങ്ങളുടെ അറിയോ പരിഹാരം. നമ്മളത് ഇവിടുന്ന് ആരംഭിക്കുന്നത്. ബോർഡിലോട്ട് നോക്കിയിരുന്നോളൂ. 3x + 4 = 19. ഇതെന്ത് ഇക്വേഷൻ ആണ്? ലഘു സമവാക്യം, സിമ്പിൾ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യുക അഥവാ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സിനെ കണ്ടുപിടിക്കുക. ക്ലാസ്സിൽ ചെയ്ത മൊത്തം പരിപാടി. അറിയാൻ വയ്യാത്ത ആളിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ച് കണക്ക് ചെയ്യും. അത് പരിഹരിക്കുക, സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരുടെ വില കണ്ടുപിടിക്കുക? എക്സിന്റെ. 8ാം ക്ലാസ്സിൽ ഓർമ്മ വെച്ചെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? 3x = 19. ഈ ഇടതുവശത്ത് കൂട്ടിയിരിക്കുന്ന ആഡ് ചെയ്തിരിക്കുന്ന 4നെ വലതുവശത്ത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. 19 - അപ്പോൾ 3x = 19ൽ നിന്ന് 4 കുറച്ചാൽ 14, 15, 15. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു 3x എന്ന് എഴുതി വെച്ചാൽ എന്തോ അതിന്റെ അർത്ഥം? 3 ഇൻറ്റു എക്സ് എന്ന. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു, ഗുണിച്ചേക്കുന്നു. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ അപ്പൊ x = 15 അപ്പോൾ x = 15/3, 5. ഇത്രയും സ്റ്റെപ്പുകളെ ചേർത്ത് പറയുന്ന പേരാണ് സോൾവിങ്. എന്താ പറയും?
മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ് നിർദ്ധാരണം. എന്താണ്? ഈ അവസാനം നമുക്കൊരു ഉത്തരം കിട്ടിയില്ലയോ? ഈ ഉത്തരത്തിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. മലയാളത്തിൽ നിർദ്ധാരണ മൂല്യം. എന്താണ്? ഈ നിർദ്ധാരണ മൂല്യത്തിനെയാണ് നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പരിഹാരം എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേര് പരിഹരിക്കുക. അവസാനം കിട്ടുന്ന ഉത്തരത്തിനെ വിളിക്കുന്ന പേര് പരിഹാരം. കാര്യം പിടി കിട്ടിയോ? സംഗതി പിടി കിട്ടിയോ? എഴുതിയാട്ടെ.